ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഉലകനായകൻ കമലഹാസനും മണിരത്നവും സ്ഥിരം പരസ്യനും കൂടെ ഒന്നിക്കുന്ന പുതിയ പടമാണ് ഗൈസ് തഗ് ലൈഫ്. പടം ഇന്നാണ് ഇറങ്ങിയത്. സോ നമ്മൾ ഫസ്റ്റ് ഷോ കണ്ടിട്ടുണ്ടായിരുന്നു. പടം ഡയറക്ട് ചെയ്തേക്കുന്നത് മണിരത്നമാണ്, പടം റൈറ്റ് ചെയ്തേക്കുന്നത് മണിരത്നവും കമലഹാസനും കൂടാണ്. പിന്നെ പടത്തിനകത്ത് അഭിനയിച്ച ആരെന്ന് കമലഹാസനുണ്ട്, സിംബു ഉണ്ട്, പിന്നെ നമ്മുടെ തൃഷയുണ്ട്, ജോയ് ജോർജ് ഉണ്ട്, പിന്നെ നമ്മുടെ അഭിരാമി ഉണ്ട്. അങ്ങനെ ലോട്ട്സ് ഓഫ് ക്യാരക്ടേഴ്സ് അടങ്ങുന്ന ഒരു പടമാണ് ഗൈസ് തഗ് ലൈഫ്. പടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗാങ്സ്റ്റർ പടമാണ്. അതായത് ഒരു തമിഴ് ടിപ്പിക്കൽ ഗാങ്സ്റ്റർ പടം എങ്ങനെയാണോ അങ്ങനെ തന്നെ പോകുന്ന ഒരു പടമാണ്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ സാധനങ്ങളൊന്നും തന്നെ ഇല്ല അതിനകത്ത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് നമുക്ക് എന്താണോ തോന്നിയത് അതാണ് ഗൈസ് പടം. അതിനപ്പുറത്തോടൊന്നുമില്ല. പിന്നെ ചെറിയ 2-3 കാര്യങ്ങളുണ്ട് ട്രെയിലറിൽ കാണിക്കാത്തത്. ബട്ട് അത് അത്രയും വലിയ കാര്യങ്ങളൊന്നും അല്ല പടത്തിനകത്ത്. ബട്ട് എന്നാലും ട്രെയിലറിൽ എന്താണോ കണ്ടത് അതാണ് മെയിൻ പ്ലോട്ട് പടം ഇതിനകത്ത്. സോ ഗൈസ്, അപ്പം എനിക്കിതിനകത്ത് എന്താ പറയുക, സിംബുവിൻ്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നത് കമലഹാസൻ, ഉലകനായകൻ കമലഹാസൻ എന്ന് പറയുന്ന വ്യക്തിയാണ്, ആ ഒരു ആക്ടറാണ്. സോ പുള്ളിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സിംബു കിടുക്കനായിട്ട് പുള്ളിക്ക് കൊടുത്ത റോള് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ എന്താ പറയുക, നമ്മുടെ ജോയ് ചേട്ടൻ പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. കമലഹാസന്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല, പുള്ളി വേറെ ലെവലായിട്ട് അഭിനയിച്ചു. വില്ലന്മാരൊഴികെ ബാക്കി ആരും വെടികൊണ്ടങ്ങനൊന്നും ചാവത്തില്ല. പിന്നെ വെടികുണ്ടയ്ക്കും കാര്യങ്ങൾക്കും ഒന്നിനും വലിയ വിലയൊന്നുമില്ല. എന്താ പറയുക, അതൊക്കെ ജുജുബിയാണ് ഇതിനകത്ത്. സോ അതുകൊണ്ട് ലോജിക്കും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾ ഈ പടം കാണാനായിട്ട്. ഒരുപാട് ഉയരങ്ങളിൽ നിന്ന് വീണാലും ചാവാതൊക്കെ തിരിച്ചു വരാം. സോ അതിൻ്റെ ഓൾസോ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ അതുപോലെ എനിക്ക് 2 കൊല്ലം കൊണ്ട് മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കാം. സോ നിങ്ങൾക്കൊരു ബോധിധർമ്മനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ 2 കൊല്ലം കൊണ്ട് മാറാൻ കഴിയുന്നതായിരിക്കും. സോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് തൃഷയുടെ കാര്യം. തൃഷ എന്തിന് ഈ പടം ചെയ്തു, അല്ലെങ്കിൽ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിക്കളയുന്ന അതൊരു ക്യാരക്ടറാണ്. നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും അതെന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത്. സോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഗൈസ്. ഒരുപാട് എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ പോയത്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ആ എക്സ്പെക്റ്റേഷനും വെറുതെ ആയിപ്പോയി ഗൈസ്. ഒരു ബിലോ ആവറേജ് പടം, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അത്രേ ഉള്ളൂ, ഒരു ബിലോ ആവറേജ് പടമാണ്. മണിരത്നത്തിൻ്റെയും കമലഹാസൻ്റെയും പടമാണ് നായകൻ. സോ ആ ഒരു പടത്തിൻ്റെ റേഞ്ച്, അല്ലെങ്കിൽ ആ പടം എന്താണ്, നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷനിലൊക്കെയാണ് നമ്മൾ ഈ തഗ് ലൈഫ് കാണാൻ പോയത്. ബട്ട് അതുമായിട്ട് ഒരിക്കലും നമ്മൾ മാച്ചും ചെയ്യില്ല, നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യില്ല. കാരണം അത് വേറെ ലെവല് പടം. കാരണം ഇവർ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ് എക്സ്പെക്ട് ചെയ്തത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും ഈ പടത്തിനെത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു വൺ ഡേ വാച്ചബിൾ, ഒരു ടിപ്പിക്കൽ തമിഴ് ഗാങ്സ്റ്റർ പടം എന്താണോ അതാണ് പടം. പിന്നെ അത് DAGന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കമലഹാസൻ്റെ. അതൊക്കെ നൈസായിട്ട് വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതൊന്നും നമുക്ക് കുറ്റമൊന്നും പറയാനില്ല. മേക്കിംഗ് വൈസ് ആണെങ്കിലും അവർ നല്ല കിഡിലോസ്കായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു സംഭവം പറയുകയാണെങ്കിൽ ഗൈസ്, ഈ മഞ്ഞുള്ളിടത്തേക്ക്, അതായത് ഈ മഞ്ഞൊക്കെ, ഈ മഞ്ഞുമല അങ്ങനെയൊക്കെ ഉള്ളിടത്തേക്ക് ഈ മഞ്ഞ് ഇങ്ങനെ പൊട്ടി വരത്തില്ല, മറ്റേ ഭൂമിയിലൊക്കെ കൊണ്ടാകുമ്പോൾ എന്ന് പറയുന്ന പോലെയൊക്കെ ഒരു സാധനം വരത്തില്ലേ, ആ ഒരു സാധനം അത് കാണിക്കുന്നുണ്ട്. ബട്ട് അതിന് ഒരു ഈ ട്രെയിൻ കയറി നമ്മൾ അപ്പുറത്തെ സ്റ്റോപ്പിൽ നിന്ന് ഇപ്പുറത്തോട്ട് നമ്മൾ ഇറങ്ങത്തില്ലേ എന്ന് പറയുന്ന പോലെ മഞ്ഞിനകത്ത് വീണ് കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് ഇറങ്ങി ഇപ്പുറത്തുനിന്ന് വരാം. അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് കേസ് ഇതിനകത്ത്. അതൊന്നും അത്ര ലോജിക്ക് പരമായിട്ടുള്ള കാര്യങ്ങളല്ല. എനിവേ, ഞാൻ മുന്നേ തന്നെ പറഞ്ഞു, ലോജിക്കെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പടം കാണുകയും ചെയ്യില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം വട്ടായി പോകും കൈസ്. അപ്പോൾ അതുകൊണ്ട് ലോജിക്കൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ തിയേറ്ററിൽ കയറുക. പിന്നെ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള മൂവിയാണ്, ബിലോ ആവറേജ് മൂവിയാണ്, ഒറ്റ പ്രാവശ്യം കാണാൻ പറ്റുന്നതാണ്. ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ച് പോവുകയും ചെയ്യൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകും എന്നെ പോലെ. സോ ഗൈസ്, അപ്പം അത്രയൊക്കെ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.